എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഒരുപാട് കീം അപ്ഡേറ്റുകൾ, വാർത്തകൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം വീഡിയോ രൂപത്തിൽ ഈ അവസാന നിമിഷം ഞങ്ങൾ ചെയ്യുകയാണ്. ഇതിനോടകം തന്നെ ഒരു ഉഡായിപ്പ് ട്രിക്ക്, അതായത് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ പാർട്ട് 2 ഒരുപാട് പേര് കമൻറ്റുകളിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുൾപ്പെടെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പല സെഷനുകളായിട്ട്. അപ്പോൾ കീമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളോട് തന്നെയാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ, നിങ്ങളുടെ സംശയത്തിനുള്ള ഉത്തരവുമായിട്ട് ഈ വീഡിയോയിലൂടെ എത്തിയിരിക്കുന്നത്. കീം എഞ്ചിനീയറിംഗ്, ഫാർമസി ആൻഡ് ഹോൾ ടിക്കറ്റ്, ഡേറ്റ്, എക്സാം പാറ്റേൺ, അതുമായി ബന്ധപ്പെട്ട് ഉള്ള മറ്റ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഇത്തരത്തിൽ വ്യത്യസ്ത മേഖലയെക്കുറിച്ച് വിദ്യാർത്ഥികളോട് ഞങ്ങൾ പറഞ്ഞതാണ് പല വീഡിയോകളിലൂടെ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ ഒരു പരീക്ഷ എഴുതുമ്പോൾ പലരും ഉന്നം വയ്ക്കുന്നത് ഗവൺമെൻറ് സീറ്റ് എന്ന് പറയുന്ന വളരെ വലിയൊരു ഡ്രീം തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്, എത്ര മാർക്ക് വേണം, അല്ലെങ്കിൽ എത്ര ശരിയുത്തരം ഒരു റാങ്കിന് കിട്ടാൻ, അതായത് ഗവൺമെൻറ് സീറ്റ് കിട്ടാൻ. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എഞ്ചിനീയറിംഗിനെയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടുമോ, CET-യിൽ, നമ്മുടെ ടോപ്പ് കോളേജായിട്ടുള്ള CET-യിൽ അഡ്മിഷൻ കിട്ടാൻ എത്ര മാർക്ക് വേണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പരീക്ഷ എഴുതുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് അവസാനത്തെ ഡെസ്റ്റിനേഷൻ അറിയാതെ നമ്മൾ ബസ് കയറിയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ തന്നെ, നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ തന്നെ പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതുന്നവരൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം. എനിക്ക് ഇത്ര മാർക്കാണ് ഞാൻ സ്കോർ ചെയ്യാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ മാർക്ക് നിങ്ങൾ എങ്ങനെ ടാർഗറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അഡ്മിഷൻ ആഗ്രഹിക്കുന്നത്, അത് ഇനി എത്ര മാർക്ക് വേണം എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാനൊരു വഴിയുണ്ട്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ വർഷത്തെ, അതായത് 2024 അഡ്മിഷൻ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോളേജ് വെബ്സൈറ്റുകളിലും ആ ഒരു ഡേറ്റ അവൈലബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ CET ആണ് എങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അവിടെ റാങ്ക് കട്ട് ഓഫ് നമുക്ക് നോക്കാൻ കഴിയും. അവിടെ അഡ്മിഷൻ കിട്ടിയ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ, തേർഡ് അലോട്ട്മെൻറ്റിൽ, അങ്ങനെ ഓരോ അലോട്ട്മെൻറ്റിലും അവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അഡ്മിഷൻ കിട്ടിയ ഏറ്റവും അവസാനത്തെ റാങ്ക്, അതുപോലെ തന്നെ ആ റാങ്ക് മേടിക്കാൻ നമ്മുടെ കീമിന് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന കട്ട് ഓഫ് മാർക്ക്, അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പോൾ ഓരോ വർഷവും കട്ട് ഓഫ് മാർക്ക് മാറും. പക്ഷേ നമുക്ക് ഈ ഒരു നിമിഷം പറയാൻ പറ്റുന്നത് വലിയൊരു വ്യത്യാസം ഉണ്ടാകില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ടാർഗറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് ഒരു എയിം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പരീക്ഷ ഹാളിൽ ഇരിക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഉണ്ടാകും. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റ് അടിപൊളി വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഓൺ ദ വേ ആണ്. കാത്തിരിക്കുക.